നമസ്കാരം. എൻ്റെ പേര് ഗീതാലക്ഷ്മി. ഞാൻ ബിഷപ്പ് എബ്രഹാം മെമ്മോറിയൽ കോളേജിലെ ഗസ്റ്റ് അധ്യാപികയാണ്. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് പബ്ലിക് എക്കണോമിക്സ്. പബ്ലിക് എക്കണോമിക്സിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പബ്ലിക് റവന്യൂ എന്താണ്, പബ്ലിക് റവന്യൂവിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, what is public economics? Public economics is a branch of economics. Public economics എന്ന് പറയുന്നത് it is a branch of economics which assesses the government revenue and government expenditure of the public authorities and the adjustment of one or the other to achieve desirable effects and avoid undesirable ones. That means public economics എന്ന് പറയുന്നത് it is a branch of economics. എക്കണോമിക്സിൽ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ മൈക്രോ എക്കണോമിക്സ് ഉണ്ട്, മാക്രോ എക്കണോമിക്സ് ഉണ്ട്, ഡെവലപ്മെൻറ്റൽ എക്കണോമിക്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ എക്കണോമിക്സ് ഉണ്ട്, പിന്നെ ഇന്ത്യൻ എക്കണോമി ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് എക്കണോമിക്സിന് പല പല ബ്രാഞ്ചസ് ഉണ്ട്. അതിനകത്തെ ഒരു ബ്രാഞ്ചാണ് പബ്ലിക് എക്കണോമിക്സ്. പബ്ലിക് എക്കണോമിക്സിനകത്ത് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ്. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ ഗവൺമെന്റ് റവന്യൂ എന്താണ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്താണ്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഗവൺമെന്റ് റവന്യൂ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഡിഫറെന്റ് സോഴ്സസ്, ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനത്തിനെ പറ്റിയാണ് പറയുന്നത്. ഗവൺമെന്റിന് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗവൺമെന്റ് പ്രോപ്പർ നല്ല ഫങ്ഷനിങ് ചെയ്യുന്ന ഗവൺമെന്റ് ആണെങ്കിൽ ആ ഗവൺമെന്റിന് നല്ല രീതിയിൽ റവന്യൂ വേണം. അതുപോലെ തന്നെ ഈ റവന്യൂ വെച്ചിട്ടാണ് ഗവൺമെന്റ് പല പല ആക്ടിവിറ്റീസിൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. അപ്പൊ ഈ റവന്യൂ ഗവൺമെന്റിന് പല രീതിയിൽ വരുമാനം വേണം. അപ്പൊ അതിന് എങ്ങനെയൊക്കെ നമുക്ക് ഗവൺമെന്റിന് റവന്യൂ കിട്ടുന്നുണ്ട്, ആ റവന്യൂ എങ്ങനെ ഗവൺമെന്റ് കൂട്ടാം, ഇങ്ങനെയുള്ള പല പല ആക്ടിവിറ്റീസിനെ പറ്റി പറയുന്നതാണ് പബ്ലിക് റവന്യൂ. അപ്പൊ ഇത് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് പബ്ലിക് എക്കണോമിക്സ്. പബ്ലിക് എക്കണോമിക്സിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ പബ്ലിക് എക്കണോമിക്സിൽ നമുക്കൊരു ഗവൺമെന്റ് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റിന് എന്തായാലും ഒരു ഇൻകം വേണം. ആ ഇൻകം വെച്ചിട്ടാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വെച്ചിട്ട് ചിലവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഗവൺമെന്റിന്റെ വരുമാനത്തിനെയാണ് ഗവൺമെന്റ് റവന്യൂ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ ചിലവിനെ നമ്മൾ ഇവിടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്നും പറയും. അപ്പൊ ഇതിന്റെ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഓഫ് വൺ ഓർ ദ അതർ ടു അച്ചീവ്, അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഡിസൈറബിൾ എഫക്റ്റ് ആൻഡ് അവോയ്ഡ് അൺഡിസൈറബിൾ വൺസ്. നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുക, ആൻഡ് അവോയ്ഡ് അൺഡിസൈറബിൾ വൺസ്. അപ്പൊ മനസ്സിലായല്ലോ എന്താണ് പബ്ലിക് എക്കണോമിക്സ്. നെക്സ്റ്റ് നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക് റവന്യൂവിനെ പറ്റിയാണ് നോക്കുന്നത്. പബ്ലിക് റവന്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ദ വെരി എക്സിസ്റ്റൻസ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് എ ഗവൺമെന്റ് റിക്വേഴ്സ് റവന്യൂ. അതായത് ഗവൺമെന്റിന്റെ ഒരു എക്സിസ്റ്റൻസിനും അവരുടെ നിലനിൽപ്പിനും അവരുടെ ഫങ്ഷനിങ്ങിനും പ്രോപ്പർ ഫങ്ഷനിങ്ങിനും വേണ്ടി ഗവൺമെന്റിന് റവന്യൂ വളരെയധികം അത്യാവശ്യമാണ്. ദ ഫങ്ഷനിങ് ഓഫ് ഗവൺമെന്റ് ഇൻ മോഡേൺ ടൈംസ് റിക്വയർസ് ലാർജ് എമൗണ്ട് ഓഫ് റവന്യൂ. നമുക്കറിയാമല്ലോ, ഇപ്പൊ നമുക്ക് കോവിഡ് വന്നു. കോവിഡ് നമ്മുടെ ഇന്ത്യയിൽ നല്ല രീതിയിൽ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റിന് ആ സമയം എന്ത് വേണം? ലാർജ് എമൗണ്ട് ഓഫ് റവന്യൂ വേണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ കാണും. അപ്പൊ അതിന് ഗവൺമെന്റിന്റെ വെൽഫെയർ, ആളുകളുടെ വെൽഫെയർ കൂട്ടുന്നതിന്, ഇങ്ങനെ പല കാര്യത്തിന് ഗവൺമെന്റ് ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഗവൺമെന്റിന്റെ കയ്യിൽ എപ്പോഴും റവന്യൂ നല്ല രീതിയിൽ വേണം. അതുപോലെ തന്നെ ദ കോമൺ മെത്തേഡ് ഓഫ് റേസിംഗ് ദ റവന്യൂ റിസോഴ്സസ്, ദ കോമൺ മെത്തേഡ് ഓഫ് റേസിംഗ് ദ റിസോഴ്സസ് ആർ, അതായത് ഈ റിസോഴ്സസ്, ഈ റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് കൂട്ടാനുള്ള ഒരു കുറച്ച് മാർഗങ്ങൾ എന്ന് പറയുന്നത് ടാക്സേഷൻ ആണ്. ഗവൺമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ടാക്സേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രൈസ്, ഗിഫ്റ്റ്സ് ആൻഡ് ഗ്രാൻസ്, ഫീസ്, സ്പെഷ്യൽ അസസ്മെന്റ്, ഇങ്ങനെ നമ്മൾ എസ്റ്റേറ്റ്സ്, ഇങ്ങനെ പല പല സോഴ്സസ് ഉണ്ട്. ഈ സോഴ്സസിനെ നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് പഠിക്കാൻ പോകുന്നത് എന്താണ് പബ്ലിക് എക്കണോമിക്സ്, എന്താണ് പബ്ലിക് റവന്യൂ ആൻഡ് ഇറ്റ്സ് ഡിഫറെന്റ് സോഴ്സസിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന് പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ.
പബ്ലിക് റവന്യൂന്റെ സോഴ്സസിനെ നമ്മളിവിടെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. അപ്പൊ എന്താണ് ടാക്സ് റവന്യൂ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടാക്സ് റവന്യൂ എന്ന് വെച്ചാൽ ടാക്സിൽ നിന്നും കിട്ടുന്ന റവന്യൂവിനെയാണ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ടാക്സ് റവന്യൂ റെഫേഴ്സ് ടു ദോസ് റവന്യൂസ് ഓർ റെസിപ്റ്റ്സ് ദാറ്റ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ടാക്സേഷൻ. മനസ്സിലായല്ലോ, ടാക്സിൽ നിന്നും കിട്ടുന്ന റവന്യൂ ആണ് ടാക്സ് റവന്യൂ. Then the second is non-tax revenue. Non-tax revenue എന്ന് പറഞ്ഞാൽ എന്താ? The non-tax revenue is the revenue derived from sources other than taxation. Taxation അല്ലാതെ നമുക്ക് കിട്ടുന്ന കുറേ റവന്യൂ ഉണ്ട്, അതിനെയെല്ലാം നമ്മൾ നോൺ ടാക്സ് റവന്യൂ എന്നാണ് പറയുന്നത്. നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് ടാക്സ് റവന്യൂ എന്താണ്, നോൺ ടാക്സ് റവന്യൂ എന്താണ്, ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്, ടാക്സ് റവന്യൂ മെയിൻ ആയിട്ട് പറയുമ്പോൾ ടാക്സേഷൻ ഈസ് ദ മേജർ സോഴ്സ് ഓഫ് പബ്ലിക് റവന്യൂ. ടാക്സേഷൻ ആണ് പബ്ലിക് റവന്യൂന്റെ ഏറ്റവും മേജർ സോഴ്സ്. ആൻഡ് ഈസ് ഓൾ കൺട്രീസ്, മിക്ക രാജ്യങ്ങളിലും the largest part of public revenue is raised through taxation. അതായത് in all countries, majority of the countries, the largest part of public revenue is raised through taxes, and a tax is a compulsory contribution. ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പൽസറി കോൺട്രിബ്യൂഷൻ ആണ് ബൈ ദി പീപ്പിൾ ടു ദി സ്റ്റേറ്റ്. ആർക്കാണ്? നമ്മൾ സ്റ്റേറ്റിനാണ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? സ്റ്റേറ്റ് കുറച്ച് ജനറൽ സർവീസസ് പെർഫോം ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന കമ്പൽസറി കോൺട്രിബ്യൂഷനെയാണ് ടാക്സ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഡാൾട്ടൺ എന്താണ് പറയുന്നത്? എ ടാക്സ് ഈസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ imposed by a public authority irrespective of the exact amount of services rendered to the taxpayers in return, and not imposed as a penalty for any legal offense. Means ഡാൾട്ടൺ എന്താണ് പറയുന്നത്? ടാക്സ് എന്ന് പറയുന്നത് ഒരു കമ്പൽസറി കോൺട്രിബ്യൂഷൻ ആണ്. അത് ഇമ്പോസ്ഡ് ബൈ ആരെ ഇമ്പോസ് ചെയ്യുന്നത്? പബ്ലിക് അതോറിറ്റീസ് ആണ് ഇമ്പോസ് ചെയ്യുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് എക്സാക്ട് എമൗണ്ട് ഓഫ് സർവീസസ് റെൻഡ്. അവർ തരുന്ന സർവീസസിന്, അവർ കുറച്ച് സർവീസസ് നമുക്ക് തരുന്നുണ്ട്. ആ സർവീസസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന, ഡയറക്റ്റ്ലി നമുക്ക് കിട്ടത്തില്ല, അതിന്റെ സേവനങ്ങളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരുന്നില്ല. ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്ക് നേരിട്ട് അതിന്റെ സർവീസസ് കിട്ടുന്നില്ല, എന്നാലും ഇൻഡയറക്റ്റ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിലും നമ്മൾ അവരുടെ സർവീസസ് ഒക്കെ സ്വീകരിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ടാക്സേഷൻ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസ്ഡ് എനി പെനൽറ്റി ഫോർ എനി ലീഗൽ ഒഫൻസ്. Then from this definition it is clear that tax is a compulsory contribution. മനസ്സിലായല്ലോ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ടാക്സ് എന്ന് പറയുന്നത് ഒരു കമ്പൽസറി കോൺട്രിബ്യൂഷൻ ആണ്. It means that the state has the right to tax, and a refusal to pay the tax is punishable. ടാക്സ് കൊടുക്കാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് പണിഷബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, the government is an organization which is responsible for the common benefit to its members, and therefore taxation are imposed on all citizens so that all may share the common burden. Government എന്ന് പറയുന്നതാണ്, ഗവൺമെന്റ് ഇറ്റ്സ് എ ഓർഗനൈസേഷൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ കോമൺ ബെനിഫിറ്റ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഗവൺമെന്റ് എപ്പോഴും നോക്കുന്നത് കോമൺ ബെനിഫിറ്റിന് വേണ്ടിയാണ്. സ്ട്രീറ്റ് ലൈറ്റ്, അത് ഒരാൾക്ക് മാത്രമല്ല അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, കോമൺ ബെനിഫിറ്റ് ആണ് ഗവൺമെന്റ് നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു കോമൺ ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, എല്ലാ ഓൾ സിറ്റിസൺസ്, അത് റിച്ചോ പുവറോ എന്താണെങ്കിലും ഇപ്പൊ ഗവൺമെന്റ് ടാക്സ് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇൻകം ടാക്സ് ഒക്കെ പിരിക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഇൻകത്തിനനുസരിച്ചാണ്. നമ്മൾ റിച്ച് ആണെങ്കിൽ അതനുസരിച്ച് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ടാക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷെ എന്നാലും നമ്മൾ ഗവൺമെന്റിന്റെ ഓരോരോ സേവനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് നമ്മളിപ്പം അല്ലാതെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക്, കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ റിച്ചോ പുവറോ എന്നൊന്നും നോക്കിയിട്ടല്ല ടാക്സ് കൊടുക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന് GST കൊടുത്തേ പറ്റൂ. But there is no relationship between the extent of services to any particular taxpayers and the amount paid by him as tax. And according to Macro, എന്താണ് പറയുന്നത്? The tax is a price
which each citizen pay to the state to cover his share of the cost of the general public services which he will consume. അവർ കൺസ്യൂം ചെയ്യുന്ന, അവർ ഉപയോഗിക്കുന്ന ഓരോ സർവീസസ് ഉണ്ട്, ആ സർവീസസിന് കൊടുക്കുന്ന ഒരു കോസ്റ്റിന്റെ ഒരു ഷെയർ ആണ്. അതായത് ഒരു ഷെയർ മാത്രമാണ് ഹിസ് ഷെയർ. നമ്മൾ സ്വീകരിക്കുന്ന ഏത് സർവീസ് ആണെങ്കിൽ പോലും നമ്മൾ ആ സർവീസസിൽ സ്വീകരിക്കുന്നതിന് കൊടുക്കുന്ന ഒരു നമ്മളുടെ ഒരു ഷെയർ മാത്രമാണ് ടാക്സ് എന്നാണ് മാക്രോ പറയുന്നത്.